കേരളത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് മൂന്നാർ. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ മൂന്നാർ ഭൂമാഫിയ വലിയ രീതിയിൽ കയ്യേറി കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് കോടതികളിലടക്കം ആ കയ്യേറ്റ മാഫിയയ്ക്കെതിരെ വലിയ രീതിയിൽ കേസുകളും മറ്റുമൊക്കെ നടക്കുകയാണ്. സർക്കാരും കോടതിയും അക്കാര്യങ്ങളിൽ അതിൻ്റെ മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും മൂന്നാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ രവീന്ദ്രൻ പട്ടയങ്ങളാണ്. അന്നത്തെ അഡീഷണൽ തഹസിൽദാറായിട്ടുള്ള MI രവീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ഈ ഒരു കേസ് നിലവിലിപ്പോൾ CBIയുടെ അന്വേഷണം വേണ്ടി വരും എന്ന തരത്തിലേക്ക് കോടതി എത്തി നിൽക്കുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? കോടതി എത്തിക്കുന്ന പ്രശ്നം CBI അന്വേഷിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം അത് കോടതി നേരത്തെ ഉത്തരവിടേണ്ടതായിരുന്നു. കാരണം മൂന്നാറിൽ രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പരിപാടികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് നിയന്ത്രിക്കാനോ എവിക്ഷൻ നടത്താനോ സാധിക്കില്ല. അതുകൊണ്ട് CBI തന്നെ അന്വേഷിച്ച് കാര്യങ്ങൾ നടപ്പാക്കണം. ഈ കോടതിയോട് സർക്കാർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥ പട്ടയം ഏത്, രവീന്ദ്രൻ പട്ടയം ഏത് എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ലെന്നാണ് സർക്കാർ പോലും പറയുന്നത്. രവീന്ദ്രൻ പട്ടയങ്ങൾ എന്നും പറഞ്ഞൊരു പട്ടയം കേരള ഭൂമി പതിവ് നിയമത്തിലില്ല. ഞാൻ കൊടുത്ത പട്ടയങ്ങൾ അസൈൻമെൻറ്റ് കമ്മിറ്റി പാസ്സാക്കി കൊടുത്തതാണ്. 530 പട്ടയങ്ങളാണ് കൊടുത്തത്. അന്ന് നിങ്ങൾ കൊടുത്ത ഈ 530 പട്ടയങ്ങളിൽ വൻകിടക്കാരായ ആളുകളുണ്ട് എന്നുള്ള ആക്ഷേപങ്ങളോടൊക്കെ ഉണ്ട്. വൻകിടക്കാർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ പ്ലെയിൻ ഏരിയയിൽ 25 സെൻറ്റ് വരെ കൊടുക്കാം. മൂന്നാറൊക്കെ ഹില്ലി ഏരിയയിൽ 4 ഏക്കർ കൊടുക്കാം. ഇതിൽ മൂന്നാറിൽ പ്ലെയിൻ ഏരിയയിൽ 25 സെൻറ്റ് കൊടുത്ത് അന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു MM മണിക്കാണ്. അത് വൻകിട ആളാണോ എന്ന് എനിക്കറിയില്ല. എന്നെ വിളിച്ച് എൻ്റെ കയ്യിലുള്ള രേഖകൾ അല്ലെ എന്നെ കേൾക്കാൻ ആരെങ്കിലും തയ്യാറാകണം. കാരണം ഞാൻ വ്യാജപ്പട്ടയം കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ പട്ടയം കൊടുത്തു എന്ന് എന്നെ കേൾക്കാൻ അധികാരികൾ ഉണ്ടാവണം. അങ്ങനെ വ്യാജപ്പട്ടയം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ കൊടുത്ത പട്ടയങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ശംഖുമുദ്ര, ആ സീല. അത് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ഇടുക്കി ജില്ലയിലില്ല. ഇത് ശംഖുമുദ്രയുള്ളത് ദേവളത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോന്നപ്പം ഇത്ര പട്ടയം എഴുതി വെച്ചിട്ടുണ്ട് കൊടുക്കാൻ, ഇത്ര ആപ്ലിക്കേഷനുണ്ട്, ഇന്ന രേഖകളുണ്ട്, ആ സീലുണ്ട് എന്ന് വെച്ചാൽ ഹാൻഡ് ഓവർ ചെയ്താൽ പോകുന്നത്. ആ സീല് 2 മാസം കഴിഞ്ഞപ്പോൾ കണ്ടില്ല. അവിടെ നിന്ന് പട്ടയത്തിൻ്റെ ഫോറം ഇട്ട് എൻ്റെ ഒപ്പിടാൻ എളുപ്പമല്ലേ, അത് വെച്ച് ഇട്ട് അവർ വ്യാജപ്പട്ടയം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ ഈ ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റിയിലുണ്ട്. ആ കമ്മിറ്റിയിൽ വന്ന ആൾക്കാരെ ചോദ്യം ചെയ്യണം. കമ്മിറ്റി അംഗീകരിക്കുന്ന പട്ടയങ്ങളെ എനിക്ക് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത, അതാണ് നിയമം. അതല്ലാതെ ഞാൻ പട്ടയം കൊടുത്തിട്ടില്ല. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തുമ്പോൾ അതിൽ രവീന്ദ്രൻ പട്ടയം ഉണ്ടെങ്കിൽ അതിൽ അക്കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം തേടാൻ രവീന്ദ്രനെ കൂടി കേൾക്കണം എന്ന് തന്നെയാണ് MI രവീന്ദ്രൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.